ടെസ്റ്റിസിനെ അത്യാവശ്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പറയേണ്ടുന്നത് ആക്സസറി ഡക്സിനെ കുറിച്ചാണ്. എന്തിനെക്കുറിച്ചാണ്? ആക്സസറി ഡക്സ്. ഞാൻ എന്താണെന്ന് നേരത്തെ പറഞ്ഞു തന്നിരുന്നു. നോക്കൂ, ആക്സസറി ഡക്സ് മെയിൻലി നമുക്ക് പഠിക്കാനുള്ള ആക്സസറി ഡക്സ് എന്ന് പറയുന്നത് ഒന്ന് റീറ്റേ ടെസ്റ്റിസ്, സെക്കൻഡ് വൺ ഇറ്റ് ഈസ് വാസ് എഫറൻസ് ഓർ വാസ് എഫറൻഷ്യ, ദെൻ എപ്പിഡൈഡിമിസ് ആൻഡ് വാസ് ഡിഫറൻസ്. വാക്കുകൾ പഠിക്കണം, പുതിയ വാക്കുകളാണ്. സ്ക്രീനിലോട്ട് നോക്കിക്കൊള്ളണം. നോക്കി ഏതൊക്കെയാണ് വാക്കുകൾ നോക്കി. ദ ആക്സസറി ഡക്സ് ആർ റീറ്റേ ടെസ്റ്റിസ്. ഫസ്റ്റ് വൺ ഈസ് റീറ്റേ ടെസ്റ്റിസ്. ഇറ്റ് ഈസ് ഫോളോഡ് ബൈ വാസ് എഫറൻസ് ഓർ വാസ് എഫറൻഷ്യ, ദെൻ കംസ് എപ്പിഡൈഡിമിസ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് വാസ് ഡിഫറൻസ്. ഇത്രയും ചേരുന്നതാണ് പ്രധാനപ്പെട്ട ആക്സസറി ഡക്സ്. ഇനി ഓരോന്നും നമുക്ക് നോക്കാം എന്താണെന്ന്. നോക്കി, നമ്മളിപ്പോൾ സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്താണെന്ന് പഠിച്ചു. ഒരു ടെസ്റ്റിസിനകത്ത് 250ഓളം ടെസ്റ്റിക്കുലാർ ലോബ്സ് ഉണ്ട്. ഓരോ ടെസ്റ്റിക്കുലാർ ലോബിനകത്തും 2 മുതൽ 3 വരെ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഉണ്ടെന്നും പഠിച്ചു. അപ്പോൾ ഇങ്ങനെ വരുന്ന സെമിനിഫറസ് ട്യൂബ്യൂൾസ് നോക്കിയേ, സെവറൽ സെമിനിഫറസ് ട്യൂബ്യൂൾസ് യുണൈറ്റ്സ് ടുഗദർ ടു ഫോം എ കോമൺ ട്യൂബ്. ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. സെവറൽ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ജോയിൻ ടുഗദർ ടു ഫോം എ കോമൺ ട്യൂബ്. അനേകം സെമിനിഫറസ് ട്യൂബ്യൂൾസുകൾ കൂടി ചേർന്ന് ഒരു പ്രത്യേക കുഴലുണ്ടാകും. അത്തരം കുഴലുകൾ വീണ്ടും യുണൈറ്റ് ചെയ്തിട്ട് ഒരു പൊതുകുഴലുണ്ടാകും. കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. സെമിനിഫറസ് ട്യൂബ്യൂൾസ്, അനേകം സെമിനിഫറസ് ട്യൂബ്യൂളുകൾ കൂടി ചേർന്നിട്ട് ഒരു വലിയ കുഴലുണ്ടാകുന്നു. അത്തരം വലിയ കുഴലുകൾ ഒരു 3-4 എണ്ണം 4-5 എണ്ണം അല്ലെങ്കിൽ നമ്പർ ഓഫ് ട്യൂബ്സ് വീണ്ടും കൂടി ചേർന്നിട്ട് ഇച്ചിരി കൂടെ വലിയൊരു കുഴലുണ്ടാകുന്നു. ദാറ്റ് ട്യൂബ് ഈസ് കോൾഡ് ആസ് റീറ്റേ ടെസ്റ്റിസ്. അപ്പോൾ ഡെഫിനിഷൻ നോക്കണം. സെവറൽ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ജോയിൻ ടുഗദർ ടു ഫോം എ ട്യൂബ് ആൻഡ് ഇറ്റ് അഗെയിൻ യുണൈറ്റ്സ് ടുഗദർ ടു ഫോം എ കോമൺ ട്യൂബ്. ദാറ്റ് ട്യൂബ് ഈസ് കോൾഡ് ആസ് റീറ്റേ ടെസ്റ്റിസ്. അങ്ങനെ ഉണ്ടാകുന്ന ട്യൂബിനെയാണ് നമ്മൾ റീറ്റേ ടെസ്റ്റിസ് എന്ന് വിളിക്കും. ഞാൻ ഒന്നുകൂടെ മലയാളത്തിൽ പറയാം. സെമിനിഫറസ് ട്യൂബുകൾ കൂടിച്ചേർന്ന് കുറച്ചുകൂടെ വലിയൊരു ട്യൂബാകും. അത്തരത്തിലുള്ള വലിയ ട്യൂബുകൾ വീണ്ടും കൂടിച്ചേർന്നുണ്ടാകുന്ന ഒരു പൊതുകുഴലിനെയാണ് നമ്മൾ റീറ്റേ ടെസ്റ്റിസ് എന്ന് വിളിക്കും. ഇനി ഈ റീറ്റേ ടെസ്റ്റിസ് ഡയഗ്രാം കൂടെ ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ ഈ പറയുന്നതിനോടൊപ്പം സ്ക്രീനിലെ പിക്ചർ കൂടെ നോക്കിക്കോളൂ. റീറ്റേ ടെസ്റ്റിസ് നോക്കി. റീറ്റേ ടെസ്റ്റിസ് അഗെയിൻ ബിക്കംസ് എ ഹൈലി കോയിൽഡ് ട്യൂബ്. അതൊരു ചുറ്റിപ്പണഞ്ഞ കുഴലായി മാറും. ഹൈലി കോയിൽഡ് ട്യൂബായി മാറും. ദിസ് ഹൈലി കോയിൽഡ് ട്യൂബ് ഈസ് കോൾഡ് ആസ് വാസ് എഫറൻഷ്യ. സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം. വാസ് എഫറൻഷ്യ ഓർ വാസ് എഫറൻസ്. അപ്പോൾ റീറ്റേ ടെസ്റ്റിസ് പെട്ടെന്ന് ഒരു ഹൈലി കോയിൽഡ് ട്യൂബായി മാറി. ആ ഹൈലി കോയിൽഡ് ട്യൂബിനെ നമ്മൾ വാസ് എഫറൻഷ്യ എന്ന് വിളിക്കുന്നു. ഇനി നോക്കിയേ, ഈ വാസ് എഫറൻഷ്യ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഹൈലി കോയിൽഡ് ട്യൂബാണ്. സഡൻലി ദിസ് വാസ് എഫറൻഷ്യ ഓർ വാസ് എഫറൻസ് എക്സ്പാൻഡ്സ് ടു ഫോം എ സാക്ക് ലൈക്ക് സ്ട്രക്ചർ. ഈ വാസ് എഫറൻസ് എക്സ്പാൻഡ് ചെയ്തിട്ട് ഏകദേശം ഒരു സഞ്ചി പോലെയുള്ള കുറച്ച് ക്യാരിയിങ് സ്റ്റോറേജ് സ്പേസ് ഉള്ള ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചറായി മാറും. ഇത് അപ്പോഴും ഒരു ഡക്റ്റ് ഫോമിൽ തന്നെയാണ്. ദിസ് സാക്ക് ലൈക്ക് സ്ട്രക്ചർ ഈസ് കോൾഡ് ആസ് എപ്പിഡൈഡിമിസ്. ഞാൻ നേരത്തെ പറഞ്ഞു എപ്പിഡൈഡിമിസ്. അപ്പോൾ വാട്ട് ഈസ് എപ്പിഡൈഡിമിസ്? വാസ് എഫറൻസ് എക്സ്പാൻഡ്സ് ടു ഫോം എ സാക്ക് ലൈക്ക് സ്ട്രക്ചർ. This sac-like structure is called as epididymis. See, here there is a question. What is the function of this epididymis? എന്തായിരിക്കും ഇതിങ്ങനെ പെട്ടെന്ന് ഒരു കുഴൽ വന്നിട്ട് അത് എക്സ്പാൻഡ് ചെയ്തൊരു സാക്ക്-ലൈക്ക് എപ്പിഡൈഡിമിസ് ഉണ്ടാകുന്നത്? മനസ്സിലാക്കണം. എപ്പിഡൈഡിമിസ് ഈസ് എ ടെമ്പററി സ്റ്റോർ ഹൗസ് ഓഫ് സ്പേം. ടെസ്റ്റിസിൽ സ്പേം ഉണ്ടാകും. നമ്മൾ പിന്നെ ഡീറ്റെയിൽ ആയി പഠിക്കും. ഈ ഉണ്ടായി വരുന്ന സ്പേം അപ്പോൾ നമുക്ക് ഉപയോഗമില്ല. റിപ്രൊഡക്ഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ മേറ്റിങ്ങിൻ്റെ സമയത്ത്, ഇൻ്റർകോഴ്സിൻ്റെ സമയത്തൊക്കെ ഈ സ്പേം പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്പേമിനെ അതാത് സമയങ്ങളിൽ കൊണ്ടുപോയി താൽക്കാലികമായി സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ശേഖരിച്ച് വെക്കുന്ന സ്ഥലമാണ് എപ്പിഡൈഡിമിസ്. ഓക്കെ, അപ്പോൾ നമ്മൾ റീറ്റേ ടെസ്റ്റിസ് പഠിച്ചു, വാസ് എഫറൻഷ്യ പഠിച്ചു, ഇപ്പോൾ എപ്പിഡൈഡിമിസ് പഠിച്ചു. ഇനി നോക്കിയേ, എപ്പിഡൈഡിമിസ് അഗെയിൻ ബിക്കംസ് എ ട്യൂബ് വിച്ച് ഇസ് എ സ്ട്രെയിറ്റ് ട്യൂബ്. ഏതാണ്ട് പഴയ പോലെ വലിയ കോയിൽഡ് അല്ലാത്ത ഒരു ട്യൂബ് ഫോം ചെയ്യും. ദിസ് ട്യൂബ് ഈസ് കോൾഡ് ആസ് വാസ് ഡിഫറൻസ്. പിക്ചർ ശ്രദ്ധിക്കണം. സ്ക്രീനിലെ പിക്ചർ ഞാൻ ഈ പറയുന്നതിനോടൊപ്പം നിങ്ങളുടെ വിഷൻ എപ്പോഴും ഈ പിക്ചറിലേക്ക് ഇരിക്കണം. സ്പെസിഫിക് ആയിട്ട് പടം ശ്രദ്ധിച്ചോണം. ഓക്കെ, ഇത് പെട്ടെന്ന് ഒരു സ്ട്രെയിറ്റ് ട്യൂബായി മാറി. ആ സ്ട്രെയിറ്റ് ട്യൂബിനെ നമ്മൾ വാസ് ഡിഫറൻസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ വാസ് ഡിഫറൻസ് ഇവിടെയാണ് ഒരു പ്രശ്നം. ഇപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞ വാസ് ഡിഫറൻസ് വരെ എത്തുന്ന എല്ലാ സ്ട്രക്ചറും സ്ക്രോട്ടത്തിൽ തന്നെ. സ്ക്രോട്ടം നിങ്ങൾക്കറിയാം, ശരീരത്തിന് പുറത്ത് ടെസ്റ്റിസിനെ ക്യാരി ചെയ്യുന്ന ഒരു സാക്കാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇനി അടുത്ത സെൻറ്റൻസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് പോയിന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നോക്കൂ, ദിസ് വാസ് ഡിഫറൻസ് എൻറ്റേഴ്സ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി. മനസ്സിലാക്കണം. ടെസ്റ്റിസ് എവിടെയാണ്? നമ്മൾ ടെസ്റ്റിസ് കിടക്കുന്ന സ്ക്രോട്ടോസാക്കിൻ്റെ ലൊക്കേഷൻ നമ്മൾ പഠിച്ചതാണ്. ആ വാസ് ഡിഫറൻസ് നേരെ അബ്ഡോമിനൽ ക്യാവിറ്റിക്കകത്ത് കയറുമെന്ന് വെച്ചാൽ അബ്ഡമൻ മീൻസ് വയറിനകത്തുള്ള പൊള്ളയായ സ്ഥലത്തേക്ക്, നമ്മുടെ സ്റ്റൊമക്ക്, ഇൻറ്റസ്റ്റൈൻ, സ്പ്ലീൻ, ലിവർ ഇതൊക്കെ ഇരിക്കുന്ന ആ സ്ഥലത്തേക്ക് വാസ് ഡിഫറൻസ് കയറുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെങ്ങനെ പോസിബിൾ ആകും? നോക്കൂ, വാസ് ഡിഫറൻസ് ഈസ് എ ട്യൂബ് വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻ ദ സ്ക്രോട്ടൽ സാക്ക്.
പക്ഷേ അത് എങ്ങോട്ടേക്ക് കയറുമെന്നാണ് പറയുന്നത്? അബ്ഡോമിനൽ ക്യാവിറ്റിയിലേക്ക് കയറും. അപ്പോൾ അതെന്ത് സംഭവിക്കും? എങ്ങനെയായിരിക്കണം? ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ വേണം. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ അത് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. ടെസ്റ്റിസിനകത്തുനിന്ന് വാസ് ഡിഫറൻസ് അബ്ഡോമിനൽ ക്യാവിറ്റിയിലേക്ക് കയറാൻ സഹായിക്കുന്ന ഒരു കനാലുണ്ട്. ദിസ് കനാൽ ഈസ് കോൾഡ് ആസ് ഇൻഗ്യൂനൽ കനാൽ. എന്ത് കനാലാണ്? ഇൻഗ്യൂനൽ കനാൽ. അപ്പോൾ ടെസ്റ്റിസിൽ നിന്ന് വാസ് ഡിഫറൻസ് അബ്ഡോമിനൽ ക്യാവിറ്റിയിലേക്ക് കയറുന്നത് ഒരു കനാലിലൂടെയാണ്. ദറ്റ് കനാൽ ഈസ് കോൾഡ് ആസ് ഇൻഗ്യൂനൽ കനാൽ. അപ്പോൾ ഇൻഗ്യൂനൽ കനാലിലൂടെ ടെസ്റ്റിസ് അബ്ഡോമിനൽ ക്യാവിറ്റിയിലേക്ക് കയറി. നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ പെട്ടെന്ന് പറഞ്ഞു നോക്കിയേ. റീറ്റേ ടെസ്റ്റിസ് ഫോം ചെയ്തു. റീറ്റേ ടെസ്റ്റിസ് പെട്ടെന്ന് തന്നെ ഒരു കോയിൽഡ് ട്യൂബായ വാസ് എഫറൻസ് ആയി മാറി. വാസ് എഫറൻസ് എക്സ്പാൻഡ് ചെയ്തിട്ട് എപ്പിഡൈഡിമിസ് എന്ന് പറഞ്ഞ സ്ട്രക്ചറായി. എപ്പിഡൈഡിമിസിൽ സ്പേമിനെ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും നമ്മൾ പറഞ്ഞു. എപ്പിഡൈഡിമിസ് വീണ്ടും വളരെ നാരോ ആയിട്ടുള്ള ഒരു ട്യൂബായി മാറി, ഒരു ഡക്റ്റായി മാറി. ആ ഡക്റ്റായി മാറിയപ്പോൾ അതിനെ വാസ് ഡിഫറൻസ് എന്ന് വിളിച്ചു. ദ വാസ് ഡിഫറൻസ് എൻറ്റേഴ്സ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി ഫ്രം ദ ടെസ്റ്റിസ് ത്രൂ ദ ഇൻഗ്യൂനൽ കനാൽ. നോക്കിയേ, ഇൻഗ്യൂനൽ കനാൽ എന്ന കനാലിലൂടെ ടെസ്റ്റിസിൽ നിന്ന് വാസ് ഡിഫറൻസ് നേരെ അബ്ഡോമിനൽ ക്യാവിറ്റിക്ക് അകത്തേക്ക് കയറി. വാസ് ഡിഫറൻസ് അബ്ഡോമിനൽ ക്യാവിറ്റിക്ക് അകത്തേക്ക് കയറി എന്ന് ഞാൻ പറഞ്ഞു. ഇൻഗ്യൂനൽ കനാലിലൂടെയാണ് കയറിയ. അബ്ഡോമിനൽ ക്യാവിറ്റിക്ക് അകത്ത് കയറിയാൽ ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, എത്ര വാസ് ഡിഫറൻസ് കാണും ഒരു പുരുഷന്? എത്ര വാസ് ഡിഫറൻസ്? ഹൗ മെനി വാസ് ഡിഫറൻസ് ആർ ദെയർ ഫോർ എ മെയിൽ? കോമൺ സെൻസ് ഉപയോഗിച്ച് രണ്ട് ടെസ്റ്റിസ് ഉണ്ട്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ടെസ്റ്റിസ് ഉണ്ട്. ഓരോ ടെസ്റ്റിസിൽ നിന്നും വാസ് ഡിഫറൻസ് വരും. അപ്പോൾ രണ്ട് വാസ് ഡിഫറൻസ് ഇൻഗ്യൂനൽ കനാലിലൂടെ അബ്ഡോമിനൽ ക്യാവിറ്റിക്ക് അകത്തേക്ക് വരും. അബ്ഡോമിനൽ ക്യാവിറ്റിക്ക് അകത്തേക്ക് വന്നാൽ ഇൻ ഫ്രണ്ട് ഓഫ് ദ യൂറിനറി ബ്ലാഡർ ദേ ലൂപ്സ് ടുഗദർ. മനസ്സിലായി? യൂറിനറി ബ്ലാഡറിനെ വലയം വെച്ച് രണ്ടും കൂടെ യൂറിനറി ബ്ലാഡറിൻ്റെ ഫ്രണ്ടിലേക്ക് വരും. പിക്ചർ ശ്രദ്ധിച്ചോണം. പിക്ചറിൽ വളരെ സ്പെസിഫിക്കായി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. നോക്കൂ, അപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് വരുന്ന വാസ് ഡിഫറൻസ് യൂറിനറി ബ്ലാഡറിൻ്റെ ഫ്രണ്ടിലൂടെ യൂറിനറി ബ്ലാഡറിനെ ലൂപ്പ് ചെയ്തതിനെ വലയം വെച്ച് ഫ്രണ്ട് വന്നിട്ട് രണ്ടും കൂടെ യുണൈറ്റ് ചെയ്തിട്ട് ഒരു കോമൺ ഡക്റ്റായി അങ്ങ് മാറും. ദിസ് കോമൺ ഡക്റ്റ് ഈസ് കോൾഡ് ആസ് ഇജാക്കുലേറ്ററി ഡക്റ്റ്. എന്ത് ഡക്റ്റാണ്? ഇജാക്കുലേറ്ററി ഡക്റ്റ്. അപ്പോൾ വാട്ട് ഈസ് ഇജാക്കുലേറ്ററി ഡക്റ്റ് എന്ന് ചോദിച്ചാൽ ദ വാസ് ഡിഫറൻസ് ഫ്രം ദ ടു സൈഡ്സ്, ദാറ്റ് ഈസ് ഫ്രം ദ റൈറ്റ് ടെസ്റ്റിസ് ആൻഡ് ലെഫ്റ്റ് ടെസ്റ്റിസ്, ലൂപ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ദ യൂറിനറി ബ്ലാഡർ ആൻഡ് ജോയിൻ ടുഗദർ ടു ഫോം എ കോമൺ ഡക്റ്റ്. ദാറ്റ് കോമൺ ഡക്റ്റ് ഈസ് കോൾഡ് ആസ് ഇജാക്കുലേറ്ററി ഡക്റ്റ്. ഈ ഇജാക്കുലേറ്ററി ഡക്റ്റിനകത്തേക്ക് മറ്റൊരു കുഞ്ഞ് ഡക്റ്റ് വന്ന് തുറക്കുന്നുണ്ട്. അതിനെ എ ഡക്റ്റ് ഫ്രം ദ സെമിനൽ വെസിക്കിൾ, ഞാൻ പിന്നെ പറഞ്ഞുതരാം. സെമിനൽ വെസിക്കിൾസ് ഓപ്പൺസ് ഇൻ ടു ദ ഇജാക്കുലേറ്ററി ഡക്റ്റ്. ഇജാക്കുലേറ്ററി ഡക്റ്റിനകത്ത് സെമിനൽ വെസിക്കിളിൻ്റെ ഒരു ഡക്റ്റും വന്ന് തുറക്കുന്നു. Then this ejaculatory duct then opens into the urethra. നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് വാട്ട് ഈസ് യുറീത്ര. യുറീത്ര ഈസ് എ ഷോർട്ട് മസ്കുലാർ ട്യൂബ് എക്സ്റ്റെൻഡിങ് ഫ്രം ദ യൂറിനറി ബ്ലാഡർ ടു ദ യൂറിനറി ഓപ്പണിംഗ്. ഇപ്പോൾ യൂറിനറി ബ്ലാഡറിലെ മൂത്രസഞ്ചി മുതൽ യൂറിനറി ഓപ്പണിംഗ് വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ഷോർട്ട് മസ്കുലാർ ട്യൂബാണ് യുറീത്ര. ആ യുറീത്രയിലേക്കാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഇജാക്കുലേറ്ററി ഡക്റ്റ് പോയി അങ്ങ് തുറന്നു. അപ്പോൾ കണക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായോ? ആ സീക്വൻസ് മനസ്സിലാക്കണം. യുറീത്രയിലേക്ക് തുറന്നു, യുറീത്ര പോയി എക്സ്റ്റേണൽ യൂറിനറി ഓപ്പണിങ്ങിലേക്ക് പുറത്തേക്ക് തുറന്നു. എക്സ്റ്റേണൽ യൂറിനറി ഓപ്പണിംഗ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ എക്സ്റ്റേണൽ യൂറിനറി ഓപ്പണിംഗ് ഈസ് ആക്ച്വലി പ്രസൻറ്റ് അറ്റ് ദ ടിപ്പ് ഓഫ് ദ പെനിസ്. പുതിയ വാക്കാണ് പെനിസ്. പെനിസ് ഈസ് എ എക്സ്റ്റേണൽ ജെനൈറ്റൽ ഓർഗൻ ഓഫ് മെയിൽസ്. പുരുഷൻ്റെ എക്സ്റ്റേണൽ ജെനൈറ്റൽ ഓർഗനെയാണ് നമ്മൾ പെനിസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ യൂറിനറി ബ്ലാഡറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന യുറീത്ര പെനിസിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നിട്ട് പെനിസിൻ്റെ ടിപ്പിൽ ഉള്ള ഓപ്പണിങ്ങിനെയാണ് നമ്മൾ യൂറിനറി മീറ്റസ് അല്ലെങ്കിൽ യൂറീത്രൽ മീറ്റസ് എന്നൊക്കെ പറയുന്ന യൂറിനറി ഓപ്പണിങ്ങിലേക്ക് തുറക്കും. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു പോസിറ്റീവ് വേ. പെനിസിൻ്റെ ടിപ്പിലാണ് എക്സ്റ്റേണൽ യുറീത്രൽ മീറ്റസ്. അതിനെയാണ് ഞാൻ നേരത്തെ യൂറിനറി ഓപ്പണിംഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ എക്സ്റ്റേണൽ യുറീത്രൽ മീറ്റസ് ഈസ് എൻ ഓപ്പണിംഗ് വിച്ച് ഈസ് പ്രസൻറ്റ് അറ്റ് ദ ടിപ്പ് ഓഫ് ദ പെനിസ്. പെനിസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. പെനിസ് ഈസ് എ എക്സ്റ്റേണൽ ജെനൈറ്റൽ ഓർഗൻ ഓഫ് മെയിൽസ്. ഇനി പെനിസിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ പറയാം. പെനിസ് നിങ്ങൾ മനസ്സിലാക്കണം. പെനിസ് ഈസ് പ്യൂർലി എ മസ്കുലാർ സ്ട്രക്ചർ വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ സ്പെഷ്യലൈസ്ഡ് ടൈപ്പ് ഓഫ് ടിഷ്യൂ. ഒരു പ്രത്യേക തരത്തിലുള്ള മസിൽ അല്ലെങ്കിൽ പ്രത്യേക തരത്തിലുള്ള പേശി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന സ്ട്രക്ചറാണ് പെനിസ്. ഈ പെനിസിനെ സംബന്ധിച്ചിടത്തോളം പെനിസിൻ്റെ ടിപ്പിൽ അറ്റ് ദ ടിപ്പ് ഓഫ് ദ പെനിസ് ദർ ഇസ് എ ബൾബ് ലൈക്ക് പ്രൊജക്ഷൻ ഈസ് പ്രസൻറ്റ്. പിക്ചറോട് നോക്കിയോളൂ. ദിസ് ബൾബ് ലൈക്ക് പ്രൊജക്ഷൻ ഈസ് കോൾഡ് ആസ് ഗ്ലാൻസ് പെനിസ്. ഈ ബൾബ് ലൈക്ക് പ്രൊജക്ഷനെ നമ്മൾ ഗ്ലാൻസ് പെനിസ് എന്ന് വിളിക്കും. ദിസ് ഗ്ലാൻസ് പെനിസ് ഈസ് ആക്ച്വലി കവേർഡ് ബൈ എ വെരി ലൂസ് ഫോൾഡ് ഓഫ് സ്കിൻ. വളരെ നേർത്ത മൂവ് ചെയ്യാൻ കഴിവുള്ള ഒരു ലെയർ സ്കിൻ കൊണ്ടിട്ട് ഈ ഗ്ലാൻസ് പെനിസിനെ കവർ ചെയ്തിരിക്കുകയാണ്. ദിസ് ലൂസ് ഫോൾഡ് ഓഫ് സ്കിൻ ഈസ് കോൾഡ് ആസ് ഫോർ സ്കിൻ ഓർ പ്രപ്യൂസ്.
ഇതിനെ ഫോർ സ്കിൻ അല്ലെങ്കിൽ പ്രപ്യൂസ് എന്ന് വിളിക്കും. അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കി, എന്താ ഫോർ സ്കിൻ അല്ലെങ്കിൽ പ്രപ്യൂസ് എന്ന് വെച്ചാൽ? ഒന്നുകൂടെ പറയാം. അറ്റ് ദ ടിപ്പ് ഓഫ് ദ പെനീസ് ദർ ഇസ് എ ബൾബ് ലൈക്ക് പ്രൊജക്ഷൻ ഈസ് പ്രസന്റ്. ദിസ് ബൾബ് ലൈക്ക് പ്രൊജക്ഷൻ ഈസ് കോൾഡ് ആസ് ഗ്ലാൻസ് പെനീസ്. ദിസ് ഗ്ലാൻസ് പെനീസ് ഈസ് കവേർഡ് ബൈ എ ലൂസ് ഫോൾഡ് ഓഫ് സ്കിൻ. ദിസ് ലൂസ് ഫോൾഡ് ഓഫ് സ്കിൻ ഈസ് കോൾഡ് ആസ് പ്രപ്യൂസ് ഓർ ഫോർ സ്കിൻ. അപ്പോൾ ഇതാണ് ശരിക്കും പെനിസ് എന്ന് പറഞ്ഞത്. ഇനി പെനിസിന് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. പെനിസിനെ ഞാൻ പറഞ്ഞു, പെനിസ് ഈസ് ആക്ച്വലി കമ്പോസ്ഡ് ഓഫ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ടിഷ്യൂ ഓർ മസിൽ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ഓഫ് ബ്ലഡ് കാപ്പിലറീസ് ആൻഡ് ബ്ലഡ് വെസൽസ് ആർ പ്രസന്റ് ഇൻ ദ പെനിസ്. നമുക്ക് സെക്ഷൽ ഇമോഷൻസ് അല്ലെങ്കിൽ സെക്ഷൽ ഡിസയർ ഉണ്ടാകുമ്പോൾ ഓൾ ഓഫ് എ സഡൻ ദീസ് ബ്ലഡ് വെസൽസ് വിൽ ഡയലേറ്റ്. ഓക്കെ, ഈ പെനിസിനകത്തുള്ള രക്തക്കുഴലുകൾ നമുക്ക് സെക്ഷൽ ഇമോഷൻസ് അല്ലെങ്കിൽ എന്താ പറയുക ലൈംഗികമായ ഒരു ചോദന ഉണ്ടാകുമ്പം, ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാകുമ്പോൾ, ഒരു ഫീലിംഗ് ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് മെയിലിനെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഈ പെനിസിലേക്ക് വരുന്ന രക്തക്കുഴലുകൾ ഡയലേറ്റ് ചെയ്യും. നിങ്ങൾക്ക് ആൾറെഡി അറിയാം, ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്, രക്തക്കുഴലുകൾ ഡയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് റഷ് ചെയ്യും, അതിനകത്തേക്ക് ഇരച്ചു കയറും. അപ്പോൾ പെനിസിനകത്തേക്ക് നെറ്റ്വർക്ക് ഓഫ് ബ്ലഡ് കാപ്പിലറീസ് ഉണ്ട്. ആ രക്തക്കുഴലുകളെല്ലാം കൂടെ പെട്ടെന്ന് വികസിക്കുമ്പോൾ എന്താ സംഭവിക്കുക? രക്തം പെനിസിനകത്തേക്ക് ഇരച്ചു കയറും, റഷ് ചെയ്യുമ്പോൾ ഓൾ ഓഫ് എ സഡൻ ദ സൈസ് ഓഫ് ദ പെനീസ് എൻലാർജസ്. പെനിസിൻ്റെ സൈസ് വലുതാകും. ഇങ്ങനെ പെനിസിൻ്റെ സൈസ് എൻലാർജ് ചെയ്യുന്ന പ്രോസസ്സിനെ വി കോൾ ഇറ്റ് ആസ് ഇറക്ഷൻ. വാക്ക് പഠിക്കണം. ആ പ്രോസസ്സിനെ നമ്മൾ എന്ത് പേര് വിളിക്കും? ഇറക്ഷൻ, വിച്ച് ഈസ് വെരി നെസസറി ഫോർ ഇൻസെമിനേഷൻ. ഞാൻ ഈ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു വാട്ട് ഈസ് ഇൻസെമിനേഷൻ. ഒന്ന് ചിന്തിച്ച് നോക്കി, എഴുതി വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ. വാട്ട് ഈസ് ഇൻസെമിനേഷൻ? ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് സ്പേം ഫ്രം ദ ബോഡി ഓഫ് ദ മെയിൽ ടു ദ ബോഡി ഓഫ് ദ ഫീമെയിൽ. പുരുഷൻ്റെ ശരീരത്തിൽ നിന്ന് സ്ത്രീയുടെ ശരീരത്തിലേക്ക് സ്പേം ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സാണ് ഇൻസെമിനേഷൻ. ആ ഇൻസെമിനേഷൻ നടക്കണമെങ്കിൽ ആ പുരുഷനെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ടായിരിക്കണം? ഇറക്ഷൻ ഉണ്ടാകണം, പെനിസിന് ഇറക്ഷൻ ഉണ്ടാകണം. ഇറക്ഷൻ എന്ന് വെച്ചാൽ സെക്ഷൽ ഇമോഷൻ അല്ലെങ്കിൽ ഡിസയർ ഉണ്ടാകുന്ന സമയത്ത് പെനിസിലെ ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്യും, ബ്ലഡ് പെട്ടെന്ന് അതിനകത്തേക്ക് റഷ് ചെയ്യുകയും ചെയ്യുമ്പോൾ അതിൻ്റെ സൈസ് എൻലാർജ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇറക്ഷൻ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ആക്സസറി ഗ്ലാൻസും കൂടെ പഠിച്ചാൽ ഈ ടോപ്പിക്ക് തീരും. അപ്പോൾ ആക്സസറി ഗ്ലാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷൻ്റെ ലൈംഗിക അവയവവുമായി ബന്ധപ്പെട്ട് ചില സെക്രീഷൻസ് ഉണ്ട്. ആ സെക്രീഷനെ സഹായിക്കുന്ന ചില ഗ്ലാൻഡുകളുണ്ട്, ഗ്രന്ഥികൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ആക്സസറി ഗ്ലാൻസ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്, ഒന്ന് സെമിനൽ വെസിക്കിൾ, 2 പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, 3 ബൾബോ യുറീത്രൽ ഗ്ലാൻഡ്. അപ്പോൾ ആദ്യത്തെ ഡയഗ്രത്തിൽ ശ്രദ്ധിച്ചോളൂ. ഞാൻ പറഞ്ഞു 2 സൈഡിലെയും കൂടെ വാസ്റ്റ് ഡിഫറൻസ് വന്ന് ജോയിൻ ചെയ്ത് യുണൈറ്റ് ചെയ്ത് ഇജാക്കുലേറ്ററി ഡക്റ്റ് ഉണ്ടാകുന്ന കാര്യം പഠിപ്പിച്ചായിരുന്നു. ആ ഇജാക്കുലേറ്ററി ഡക്റ്റ് തുടങ്ങുന്ന ആ ജംഗ്ഷനിലേക്ക് നമുക്ക് ഒരു കുഞ്ഞ് ഡക്റ്റ് വന്ന് തുറക്കുന്നുണ്ട്. അത് സെമിനൽ വെസിക്കിൾ എന്ന് പറയുന്ന ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചറിൽ നിന്നുള്ള ഡക്റ്റാണ്. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് സെമിനൽ വെസിക്കിൾ. ഇനി ഇതേ സ്ഥലത്ത് തന്നെ ഒരു സിംഗിൾ ഗ്ലാൻഡ് ഇരിപ്പുണ്ട്. ദാറ്റ് സിംഗിൾ ഗ്ലാൻഡ് ഈസ് കോൾഡ് ആസ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. വാക്കുകൾ പഠിക്കണം, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. അതേ സ്ഥലത്ത് തന്നെ ഇനി നമ്മൾ മനസ്സിലാക്കണം, എ പെയർ ഓഫ് അനദർ ഗ്ലാൻഡ് ഈസ് കോൾഡ് ആസ് ബൾബോ യുറീത്രൽ ഗ്ലാൻഡ്. അപ്പോൾ 3 ഗ്ലാൻഡുലാർ ഫംഗ്ഷൻ ചെയ്യുന്ന 3 സ്ട്രക്ചേഴ്സിനെ ഞാൻ പറഞ്ഞു. ഒന്ന് സെമിനൽ വെസിക്കിള്, 2 സിംഗിൾ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, 3 പെയർഡ് ബൾബോ യുറീത്രൽ ഗ്ലാൻഡ്. അപ്പോൾ ഈ 3 ഗ്ലാൻഡുകളെയാണ് നമ്മൾ മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ആക്സസറി ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത്. ഈ ഗ്ലാൻഡുകളുടെ സെക്രീഷൻസ് നോക്കിയാൽ സെമിനൽ വെസിക്കിൾസിൽ നിന്ന് സെമിനൽ ഫ്ലൂയിഡ് സെക്രീറ്റ് ചെയ്യും. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെതായ സെക്രീഷൻ ഉണ്ട്. ബൾബോ യുറീത്രൽ ഗ്ലാൻഡിൻ്റെ സെക്രീഷൻ ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന 3 ഗ്ലാൻഡിൻ്റെയും കൂടെ സെക്രീഷൻ ഒരു വിസ്കസ് ആയിട്ടുള്ളൊരു ഫ്ലൂയിഡ് ഫോം ചെയ്യും. ആ ഫ്ലൂയിഡിലേക്കാണ് ആവശ്യം വരുമ്പോൾ സ്പേം വന്ന് യുണൈറ്റ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു സസ്പെൻഷൻ ഫോം ചെയ്യും. ദാറ്റ് സസ്പെൻഷൻ ഈസ് കോൾഡ് ആസ് സെമൻ. അപ്പം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം, സ്പേം, സെമിനൽ വെസിക്കിളിൻ്റെ സെക്രീഷനായ സെമിനൽ ഫ്ലൂയിഡ്, ബൾബോ യുറീത്രൽ ഗ്ലാൻഡിൻ്റെ സെക്രീഷൻ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ സെക്രീഷൻ, ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു സസ്പെൻഷൻ, ഒരു ഫ്ലൂയിഡി ഫോമിലുള്ള ഒരു സബ്സ്റ്റൻസ് ഫോം ചെയ്യും. അതിനെ വി കോൾ ഇറ്റ് ആസ്, ദാറ്റ് ഈസ് കോൾഡ് ആസ് സെമൻ. ഈ സെമൻ്റെ കമ്പോണൻസിൽ സ്പേം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, മറ്റ് ഗ്ലാൻസിൻ്റെ എല്ലാ സെക്രീഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ സെക്രീഷൻസിനകത്ത് പ്രധാനമായിട്ടുള്ള കെമിക്കൽ കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് നോക്കി. വി ക്യാൻ സി ഫ്രക്ടോസ്. വളരെ കൂടുതൽ ഏറ്റവും മേജർ കമ്പോണൻ്റ് ആയിട്ട് ഫ്രക്ടോസ് കാണാൻ പറ്റും സെമനകത്ത്. അതുപോലെ ന്യൂമറസ് അമിനോ ആസിഡ്സ്, എൻസൈംസ്, കാൽഷ്യം എക്സെട്ര. അപ്പോൾ ഇങ്ങനെയുള്ള കെമിക്കൽ കമ്പോണൻസും കൂടെ ചേരുന്ന ഈ സസ്പെൻഷനെയാണ് നമ്മൾ സെമൻ എന്ന് വിളിക്കും. അപ്പോൾ ഒരു പ്രാവശ്യം
ഇൻ്റർകോഴ്സിൽ അല്ലെങ്കിൽ ലൈംഗികമായി ബന്ധപ്പെടുന്ന ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഈ സെമൻ പുറത്തേക്ക് വരുന്ന പ്രോസസ്സിനെ നമ്മൾ ഇജാക്കുലേഷൻ എന്ന് വിളിക്കും. അപ്പോൾ അതുകൂടെ മനസ്സിലാക്കിക്കൊണ്ട് ദ ടേം ഇജാക്കുലേഷൻ, ദ പ്രോസസ് ഓഫ് റിലീസിങ് സ്പേം ഫ്രം ദ ബോഡി ഓഫ് ദ മെയിൽ ഈസ് കോൾഡ് ആസ് ഇജാക്കുലേഷൻ. ഒരു സിംഗിൾ ഇൻ്റർകോഴ്സിൽ ഒരു പ്രാവശ്യം ലൈംഗികമായി ബന്ധപ്പെടുമ്പം 3 to 4 ml ഓഫ് സെമൻ ഈസ് ഇജാക്കുലേറ്റഡ്. 3 മുതൽ 4 ml വരെ സെമൻ ഒരു ആരോഗ്യവാനായ പുരുഷന് ഇജാക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സെമനകത്ത് നോക്കിയേ 1 ml സെമൻ നമ്മൾ എടുത്താൽ അതിനകത്ത് നമുക്ക് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണുന്ന വസ്തു സ്പേമാണ്. ആ സ്പേമിൻ്റെ നമ്പറിനൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം സ്പേമിൻ്റെ നമ്പറിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ എ സിംഗിൾ ml ഓഫ് സ്പേം 40 million to 160 million ഓഫ് സ്പേംസ് ആർ പ്രസൻറ്റ്. In 1 ml semen, 40 million to 160 million sperms are present. അപ്പോൾ നോക്കി എന്ത് ഹ്യൂജാണ് നോക്കി. 1 million is equal to 10 lakhs എന്നാണ്. 1 million എന്ന് വെച്ചാൽ 10 ലക്ഷം. അപ്പോൾ 40 million means 40 into 10 lakhs to 160 million means 160 into 10 lakhs. അത്രയും സ്പേംസ് ഉണ്ട്. അപ്പോൾ എന്ത് ഹ്യൂജ് നമ്പർ ഓഫ് സ്പേംസ് ഉണ്ടെന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ ഒരു കാര്യമുണ്ട്, ഈ 40 to 160 ഈസ് ആൻ ആവറേജ്. 40 million സ്പേംസിന് താഴെയാണ് സ്പേംസിൻ്റെ എണ്ണമെങ്കിൽ it will affect the motility of the sperm. മോട്ടിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവിങ് എബിലിറ്റി ഓഫ് ദ സ്പേം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, സ്പേമിന് മൂവിങ് എബിലിറ്റി ഇല്ല, മോട്ടിലിറ്റി ഇല്ല എങ്കിൽ ഇത് ഫെർട്ടിലൈസേഷന് സാധ്യമായെന്ന് വരത്തില്ല. അപ്പോൾ ആ പുരുഷൻ സ്റ്റെറൈലായി പോകുന്നൊരവസ്ഥ വരും. അപ്പോൾ അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. നമ്മൾ വരും ക്ലാസ്സുകൾ അതിനെക്കുറിച്ച് പഠിക്കും. അപ്പോൾ ഇതാണ് സെമനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നമ്മൾ പ്രധാനമായി പറഞ്ഞത് എന്തൊക്കെയാണ്? 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. 1, എ പെയർ ഓഫ് ടെസ്റ്റിസിനെ കുറിച്ച് പറഞ്ഞു. 2, ആക്സസറി ഡക്റ്റുകളെ കുറിച്ച് പറഞ്ഞു. 3, എക്സ്റ്റേണൽ ജെനൈറ്റാലിയയും അതിനോടൊപ്പം തന്നെ ആക്സസറി ഗ്ലാൻസും പഠിച്ചു. അപ്പോൾ ദിസ് ഈസ് ഓൾ അബൌട്ട് ദിസ് മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം. അപ്പോൾ നിങ്ങൾ എഴുതി വെച്ച കാര്യങ്ങൾ, മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കി. ഒന്നുകൂടെ ഒരു പ്രാവശ്യം കൂടെ അറ്റ് എ ഗ്ലാൻസ് ഒന്ന് പോയി. എന്നിട്ട് നമുക്ക് ഈ ഏരിയയിൽ നിന്ന് വരാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനും കൂടെ, ഒരു ആനുവൽ എക്സാമിനേഷന് വരാൻ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനും കൂടെ വർക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ടോപ്പിക് അവസാനിക്കാം. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ആനുവൽ എക്സാമിനേഷന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഫെമിലറൈസ് ചെയ്യാം. നോക്കൂ, ഞാൻ ഒരു പിക്ചർ കാണിച്ചിരിക്കും. പിക്ചറിലേക്ക് നോക്കിയേ, ഒബ്സർവ് ദ ഡയഗ്രാം. ക്വസ്റ്റ്യൻ 1 എ എന്ന ക്വസ്റ്റ്യൻ നോക്കിയേ, ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയേ. ഐഡൻറ്റിഫൈ ദ ലേബിൾഡ് പോർഷൻസ് എ ആൻഡ് ബി. അവിടെ ഡയഗ്രത്തിൽ 2 ഭാഗങ്ങൾ ലേബൽ ചെയ്ത് വെച്ചിരിക്കുന്നു. എ എന്ന ഭാഗം ലേബൽ ചെയ്തിട്ടുണ്ട്, ബി എന്ന ഭാഗവും ലേബൽ ചെയ്തിട്ടുണ്ട്. എ നോക്കിയേ, എ എന്താണ് വെച്ചിരിക്കുന്നത്? എ എന്ന് പറയുന്ന പോർഷൻ വെച്ചിരിക്കുന്നത് ശരിക്കും സെമിനിഫറസ് ട്യൂബ്യൂൾസിനെയാണ് ലേബൽ ചെയ്തിരിക്കുന്നത്. രണ്ടാമത് ബി നോക്കിയേ, ബി ലേബൽ ചെയ്തിരിക്കുന്നത് വാസ് ഡിഫറൻസിനെയാണ്. അപ്പോൾ രണ്ടും കൃത്യമായി ഡയഗ്രം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ടോപ്പിക് നമ്മൾ പഠിച്ചതാണ്. രണ്ടും കൃത്യമായി എഴുതിയാൽ 1/2 മാർക്ക് വീതം 1 മാർക്ക് കിട്ടി. അതിൻ്റെ സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയേ. പ്രിപ്പയർ എ ഫ്ലോ ചാർട്ട് ഷോയിങ് ദ മൂവ്മെൻറ്റ് ഓഫ് സ്പേം ഇൻ ദ മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം. അപ്പോൾ മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ സ്പേം എവിടെയാണ് ഫോം ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ സ്പേം ഇജാക്കുലേഷൻ നടക്കുമ്പോൾ പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന ഇതിലേക്കൂടാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് സ്പേം കടന്നു പോകുന്ന വഴിയെക്കുറിച്ചുള്ള ഒരു ഫ്ലോ ചാർട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, എവിടെയാണ് യഥാർത്ഥത്തിൽ സ്പേം ഫോം ചെയ്യുന്നത്? സെമിനിഫറസ് ട്യൂബ്യൂൾസിലെ അതിൻ്റെ അകത്ത് ലൈൻ ചെയ്തിരിക്കുന്ന സ്പെർമാറ്റോഗോണിയ അല്ലെങ്കിൽ ജേം സെൽസ് ആണ് മിയോസിസ് നടന്ന് സ്പേം ഉണ്ടാകുന്നത്. അപ്പോൾ നോക്കി, സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ തുടങ്ങണം. സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ നിന്ന് വന്നിട്ട് നെക്സ്റ്റ് സ്ട്രക്ചർ നമ്മൾ സെമിനിഫറസ് ട്യൂബ്യൂൾസ് യുണൈറ്റ് ചെയ്തിട്ട് റീറ്റേറ്റ് ടെസ്റ്റിസ് ഉണ്ടാകുമെന്ന് പഠിച്ചു. അപ്പോൾ സെമിനിഫറസ് ട്യൂബ്യൂൾസ് കഴിഞ്ഞ് ഒരു ആരോ ഇടണം, റീറ്റേറ്റ് ടെസ്റ്റിസ്. റീറ്റേറ്റ് ടെസ്റ്റിസ് കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിച്ചത്? ഒരു ഹൈലി കോയിൽഡ് ആയിട്ടുള്ള നാരോ ട്യൂബായ വാസ് എഫറൻഷ്യ അല്ലെങ്കിൽ വാസ് എഫറൻസായി മാറി. വാസ് എഫറൻസ് നിന്ന് നേരെ സ്പേം പോയി. വാസ് എഫറൻസ് എക്സ്പാൻഡ് ചെയ്തിട്ട് എപ്പിഡൈഡിമിസ് ആയി. എപ്പിഡൈഡിമിസ് ടെമ്പററി ആയി സ്റ്റോർ ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ എപ്പിഡൈഡിമിസിൽ നിന്ന് വീണ്ടും ഒരു സ്ട്രെയിറ്റ് ഡക്റ്റ് ഫോം ചെയ്തു. ആ സ്ട്രെയിറ്റ് ഡക്റ്റിനെ നമ്മൾ വാസ് ഡിഫറൻസ് എന്ന് വിളിച്ചു. വാസ് ഡിഫറൻസ് വീണ്ടും വാസ് ഡിഫറൻസ് എന്ന് ആരോ കൊടുത്ത് 2 സൈഡിലെയും കൂടെ വാസ് ഡിഫറൻസ് വന്ന് യുണൈറ്റ് ചെയ്യുന്ന ഇജാക്കുലേറ്ററി ഡക്റ്റ് നോക്കി. ഇജാക്കുലേറ്ററി ഡക്റ്റ് നേരെ യുറീത്രയിലേക്ക് ഓപ്പൺ ചെയ്തു. യുറീത്ര എക്സ്റ്റേണൽ യുറീത്രൽ മീറ്റസ് വഴി പെനിസിൻ്റെ ടിപ്പിലുള്ള ഓപ്പണിംഗ് ആയ എക്സ്റ്റേണൽ യുറീത്രൽ മീറ്റസ് വഴി പുറത്തേക്ക് തുറന്നു. അപ്പോൾ ആ സീക്വൻസ് ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കി. സെമിനിഫറസ് ട്യൂബ്യൂൾസ്, റീറ്റേറ്റ് ടെസ്റ്റിസ്, വാസ് എഫറൻസ്, എപ്പിഡൈഡിമിസ്, വാസ് ഡിഫറൻസ്, ഇജാക്കുലേറ്ററി ഡക്റ്റ്, യുറീത്ര, എക്സ്റ്റേണൽ യുറീത്രൽ മീറ്റസ്. ഇപ്പം കറക്റ്റ് ഫ്ലോ ചാർട്ടായി. 2 സ്കോർ. അപ്പം നമ്മൾ കൃത്യമായി എഴുതി 2, 1, 3 സ്കോർ ഈ ക്വസ്റ്റിന് കിട്ടും. ഓക്കെ, അപ്പോൾ അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കി വിചാരിക്കുക. NCERT ടെക്സ്റ്റ് ബുക്ക് കൃത്യമായി വായിക്കുക. പഠിക്കുന്ന ഓരോ സമയത്തും ഡയഗ്രംസ് നോക്കി പഠിക്കുക. ഓരോന്നിൻ്റെ ലൊക്കേഷനും സ്പെസിഫിക്കേഷനും മനസ്സിലാക്കുക. ഒരു അസൈൻമെൻറ്റൂടെ തന്നിട്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അസൈൻമെൻറ്റ് ഇത്രയേ ഉള്ളൂ. ഈ ചാപ്റ്ററിൽ നിന്ന് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷന് വരാൻ കൊള്ളുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ, ഒരു 2-3 ചോദ്യങ്ങൾ നിങ്ങൾ എഴുതണം. ഒപ്പം തന്നെ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഞാൻ കാണിച്ചു.
ഇതിനോട് സാമ്യമുള്ളതോ അല്ലാത്തതോ ആയിട്ടുള്ള ആനുവൽ എക്സാമിനേഷൻ വരാൻ സാധ്യതയുള്ള ഒരു 2 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും എഴുതണം. അപ്പോൾ ദിസ് ഷുഡ് ബി കൺസിഡർഡ് ആസ് ആൻ അസൈൻമെൻറ്റ്. ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക്സ് എ ലോട്ട്.